മാറി അവിടെ നിന്ന് മാറി ജസ്റ്റ് നിൽക്കാം. ഫുള്ള് നീലായി പോയല്ലോ. ഓക്കെ, താങ്ക് യു. സൈലോട്ട് പറയാം, സൈലോട്ട് പറയാം. 5 പേർ ടെസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് പേരുകളിലെ പറയാനില്ലേ? ബാക്കി തന്നെയാണ്. ഇവിടെ നിൽക്കുക പറഞ്ഞിട്ടില്ല. പ്ലീസ് സഹായിക്കും. ജസ്റ്റ് നിൽക്കാവോ ഓരോ
ഓക്കെ ഓക്കെ. How was the movie experience? It's amazing experience. It's like always. I don't think Malayalam cinema doesn't disappoint me. So every time you come here and you see something totally new. And again I saw something totally new, very magical. Fantastic. Huh? Because I love the film. I'm a cinephile. I love cinema. So anything good I see, I will obviously talk about it. I'll do anything for good films. Thank you. ആണോ ചോദിച്ചോ? അത് തന്നെയാണ്, ആ ഒരു ഫീഡ്ബാക്കിന് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്തു, ഇനി അത് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ 23-ാം തീയതി റിലീസാവുകയാണ്. ഇന്നിപ്പോൾ വളരെ അടുത്ത ഒരു ഫ്രറ്റേണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ വെച്ചതാണ് വിത്ത് അനുരാഗ് സേഴ്സ് പ്രസൻസ് ആൻഡ് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സിനിമയാണ്. സിനിമ കണ്ടിട്ടുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. ഇല്ല, ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ സിനിമകളൊക്കെ നല്ല സിനിമകളാണെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. സോ എനിക്കൊരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. ഞങ്ങൾ നല്ലത് വിചാരിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ ഇതിനെ വിഷ്വലി അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഞാൻ ഇച്ചിരി ഇങ്ങനെ നിന്നോട്ടോ. ഫുട്ടേജ് മനുഷ്യയുടെ ഫുട്ടേജ് എന്ന് പറഞ്ഞ മൂവി ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ളൊരു മൂവിയാണ്. മേക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. ഡിറക്ഷനാണെങ്കിലും ക്യാമറയാണെങ്കിലും എഡിറ്റിങ്ങും അതിൽ അഭിനയിച്ചിരിക്കുന്നവരും പിന്നെ സൗണ്ട് രക്ഷയില്ല. സൗണ്ട് ഭയങ്കരമായിട്ട് മൂവീനെ ഭയങ്കര അപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു ഹോളിവുഡ് മൂവി ചെയ്യുന്നൊരു ഇതാണ്. നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു മേക്കിങ്ങും ഒരു സ്ക്രിപ്റ്റും ഒക്കെയാണ്. ഫാമിലി എല്ലാ ഓഡിയൻസിനും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവി. മീൻസ് എനിക്ക് തോന്നുന്നു അല്ലേ, അപ്പം ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല. ബട്ട്
ഇതൊരു ഇവരുടെ ഒരു ന്യൂ ഒരു എന്താ പറയുക എക്സ്പെരിമെൻ്റ് ആണ്, ഒരു ന്യൂ എക്സ്പെരിമെൻ്റ് ആണ്. അത് നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ട്. വെറൈറ്റിയാണ്. നമ്മൾ കാണുന്ന പോലെ നിങ്ങൾ കണ്ടിരുന്നോ? കാണുമ്പോൾ മനസ്സിലാവും. അതെ, മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയോ ആ സാധനം ഫസ്റ്റിലെ തന്നെ മനസ്സിലാവും. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വണ്ണാണ്. കഴിഞ്ഞു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. ഒരെണ്ണം മതിയോ? ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ പോയി. നല്ല സിനിമയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സിനിമ. മഞ്ജു ചേച്ചി ഒക്കെ ഈ മൂവിയിൽ വളരെ രസമുള്ള പെർഫോമൻസ് ആണ്. അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, അപ്പം സിനിമ റിവീൽ ആവുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ചാലഞ്ചിങ് വാച്ചാണ്, പക്ഷേ എനിക്കത് വളരെ രസമായിട്ട് തോന്നി. അതിൻ്റെ ഒരു അതുകൊണ്ട് എനിക്കൊന്ന് ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള ചോയ്സസ് ഉള്ള സിനിമയാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പുതിയ മേക്കിംഗ് ആണല്ലോ. അതെ. നമ്മൾ കുറച്ച് പുതിയ ടൈപ്പ് മൂവി, നമ്മൾ നോർമലി കണ്ടുവരുന്ന അല്ലാതെ പുതിയ ടൈപ്പ് ഒരു മൂവി കാണണം, ഒരു എക്സ്പെരിമെൻ്റൽ മൂവി കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സിനിമയാണ്. വളരെ നന്നായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് വിശാഖിനെയാണ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ത്രൂ ഔട്ട് വിശാഖും പിന്നെ ഗായത്രിയും മഞ്ജുമാമുമാണുള്ളത്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിശാഖ് എനിക്കൊന്നും മലയാളത്തിൽ ചെയ്യാത്തൊരു ടൈപ്പ് പടമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വെരി സോറി. അപ്പോൾ നിങ്ങൾ 23rd റിലീസിന് അന്ന് എല്ലാവരും പോയി കാണണം എന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ അബ്ദുള്ള. നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പോൾ ഇത് വളരെ നോർമലായാലും ഇങ്ങനത്തെ മൂവീസ് കണ്ടിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വളരെ എന്താ പറയുക കോവിഡിന് ശേഷം OTT കണ്ട് ശീലിച്ചവർക്ക് അതൊക്കെ ഇപ്പം സിനിമയുടെ ഭാഗമാണ്. പണ്ടത്തേലും കൂടുതലായിട്ട് കുറച്ചുകൂടി വികസിച്ചിട്ടുണ്ട് ഔട്ട്ലുക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഫാമിലി വരില്ല, കുട്ടികളായിട്ട് എന്തായാലും വരാൻ പറ്റില്ല. അതല്ലാതെ ഒരു കപ്പിളിലോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സിനൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതൊരു പരിപാടി പിടിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഗുഡ് ജോബ് ദി എൻറ്റയർ ടീം. സൗണ്ട്, ക്യാമറ, ടെക്നിക്കലി അടിപൊളിയാണ്. സൗണ്ട് ഞാൻ നിക്സോട് പറഞ്ഞത് സൗണ്ട് അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം ഞാൻ പുള്ളിയോട് പറഞ്ഞു കിട്ടുക്കൻ സൗണ്ട് പൊളിയായിരുന്നു. അടിപൊളിയാണ്, സൂപ്പറാണ്. പണിയെടുത്തിട്ടുണ്ട്, എല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ചില്ലറ പരിപാടിയല്ല ഇവിടെ കാട്ടിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പരിപാടി. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. മലയാള സിനിമയിൽ തന്നെ മെയിനായിട്ടുള്ള ഹേമകണ്ഠൻ റിപ്പോർട്ട് മലയാള സിനിമ പ്രതിസന്ധി നിൽക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ പേരുകൾ വരുന്ന കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ പ്രതികൂലിക്കാതെ സിനിമയുടെ എന്താ ഒരു നല്ലൊരു കാലം നശിച്ചു തോന്നുന്നുണ്ടോ? ഇല്ല ചേട്ടാ, ഞാൻ അറിയത്തൊന്നുമില്ല. ഞാൻ ഈ പടം എൻജോയ് ചെയ്തു. സിനിമയുടെ പ്രതിസന്ധി അടിപൊളിയാണ്. ഈ സിനിമയുടെ ഹോൾ എക്സ്പീരിയൻസ് തന്നെ തിയേറ്ററിൽ കാണേണ്ട ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പടത്തിന് റേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മഞ്ജേച്ചി തന്നെ പറയുന്നുണ്ടായിരുന്നു ലോഞ്ചിൻ്റെ ടൈമിൽ 18+ മുകളിലുള്ള ആളുകൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫാമിലി ഓഡിയൻസിനോട് എങ്ങനെയാണ് പറയുന്നത്? ഫാമിലി ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? 18+ ആയ സിനിമ അങ്ങനെയാണ് ഇട്ടേക്കുന്നതെങ്കിൽ പിന്നെ അതിന് മുകളിലുള്ള ആൾക്കാർ തന്നെ വന്ന് കണ്ടിരിക്കുന്നു. ബിക്കോസ് അതിൻ്റെ എക്സ്പീരിയൻസും അങ്ങനെയാണ്, അതുകൊണ്ട് മാത്രമാണ്. ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൗണ്ട് ഫുട്ടേജ് ആയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അത് തിയേറ്ററിൽ കാണുമ്പം അതൊന്നും കൂടെ എൻഹാൻസ് ആയി. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ചില ഷോട്ട്സും പിന്നെ സൗണ്ട് ഡിസൈനും പിന്നെ ഇതിലെ സിനിമാറ്റോഗ്രഫിയൊക്കെ സൂപ്പർ. ഫൈറ്റ് സീൻസ് ഭയങ്കര എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു പറഞ്ഞു കേട്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റ് സീൻസ്?
ഫൈറ്റ് സീൻസ് അടിപൊളിയായിരുന്നു. കുറേ നല്ല സീക്വൻസ് ഉണ്ട്. ഗായത്രിയുടെയും വിശാഖിൻ്റെയും മഞ്ജു ചേച്ചിയുടെയും. സോ അല്ല എന്താ ഇവിടെ ഹലോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എന്ന് പറയും. താങ്ക് യു ഗൈസ്, വന്നതിന് താങ്ക് യു. 23rd August തിയേറ്ററിൽ എന്തായാലും പോയി കാണാം എല്ലാവരും. പടം അടിപൊളിയായിരുന്നു. ഞാൻ അഭിനയിച്ച പടമായതുകൊണ്ട് ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ 23rd പടം ഇറങ്ങുവാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പോഴാണ് പടം ഫുള്ളായിട്ട് കാണുന്നത്, ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തെങ്കിലും പറയാൻ? താങ്ക് യു ഗൈസ്. അതെ, അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ ഇപ്പോൾ സ്പോയിലറായി പോകും. അപ്പോൾ എന്തായാലും അത് തിയേറ്ററിൽ ആൾക്കാർ കാണട്ടെ. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ് എവരിബഡി. താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അടുത്താണ് വരുമ്പോൾ ഞാനൊരു ഉത്തരം പറയാം. ഓക്കെ, ശരി, താങ്ക് യു. പക്ഷേ ഐ തിങ്ക് ഇനി ഓഡിയൻസിനൊന്നും പറയാൻ അവരുടെ കയ്യിലെത്താൻ പോവാണ് മൂവി 23rd. ആൻഡ് ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ്. ഇങ്ങനത്തെ ഇത്രയും വലിയൊരു എന്താ പറയുക, വി ക്യാൻ ആക്ച്വലി കോൾ ഇറ്റ് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ഓൾസോ. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു ഈ റോള് ചെയ്യാനും. സോ അതിന് അവരെന്നെ ചൂസ് ചെയ്തു. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. ഇനി ബാക്കി ഓഡിയൻസിൻ്റെ കയ്യിലാണ്. അയ്യോ, ഇറ്റ് വാസ് ഗ്രേറ്റ്. ഞാൻ ലൈക്ക് ഈവൻ ബിഫോർ കമ്മിങ് ഓൾസോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് മഞ്ജു ചേച്ചി. അപ്പോൾ മഞ്ജു ചേച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അതും ഇത്രയും വലിയ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക. ആൻഡ് ദാറ്റ് ടു വി ഹാഡ് കുറച്ചധികം ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി, ബിഗ് എക്സ്പീരിയൻസ്. മീ അതെ 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 മേക്കിംഗ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഫൗണ്ട് ഫുട്ടേജ് എന്നാണ് എൻ്റെ ജോണറിൻ്റെ പേര്. സോ അതിന് അതിൻ്റെതായ ഡിഫറൻസസ് ഉണ്ട്. നോർമൽ ഫിലിം മേക്കിംഗ് പോലെയല്ല ശരിയാവും. ഐ തിങ്ക് ദറ്റ്സ് ഗോൺ ടു ബി ഓഡിയൻസിന് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അവർ തിരിച്ച് കൊണ്ടുപോകുന്നുണ്ടാവാം. ഒരു നോർമൽ സിനിമ കാണുന്നതിനേക്കാളും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വ്യൂവിംഗ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. I think it's already labeled ചെയ്ത പോലെ it's 18+. അപ്പം it's our responsibility എടുത്ത് പറയാന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് ഫാമിലി ഷുഡ് ബി റെസ്പോൺസിബിൾ ബൈ ബ്രിങ്ങിങ് ദ കിഡ്സ്. അത്രേ പറയാൻ പറ്റും, വേറെ അധികം വി കാൻ സേ. താങ്ക് യു സോ മച്ച്. അങ്ങനെ എൻ്റെ ഫീലിംഗ് തോന്നിയോ? അതെ അതെ. ഇപ്പം ഷെബു ആയാലും ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടാണ്. അവരൊരു വളരെ എക്സ്പെരിമെൻ്റൽ എന്നുള്ള രീതിയിൽ ചെയ്തത് ഞങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു സിനിമ. എല്ലാവർക്കും പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാവരും നല്ലതായിരുന്നു. ഉറപ്പായിട്ടും. അടിപൊളി പടമാണ് ആക്ച്വലി. അടിപൊളി ഇൻ ദ സെൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റിയൊരു പടം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മലയാളത്തിലില്ല, ഇപ്പം വേറെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടിട്ടുണ്ട്. അതായത് ക്യാമറ ഫുട്ടേജ് വെച്ച് മാത്രം ഒരു ഫുൾ മൂവി ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ. ഇതിൻ്റെ എഡിറ്ററെ സമ്മതിക്കണം. ഐ മീൻ ഡയറക്ടർ ഞാൻ എഡിറ്റർ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ദാറ്റ് ഈസ് റിയലി ഹാർഡ്. ബിക്കോസ് ഈ ഫുട്ടേജുകൾ എനിക്ക് കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തല ഇറങ്ങാൻ തുടങ്ങി. കാരണം ഒട്ടും സ്റ്റേബിൾ അല്ല, നമ്മൾ യൂസ്ഡ് അല്ലാത്തൊരു ഫിലിം മേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ എ വൈൽ ഐ ഗോട്ട് അഡ്ജസ്റ്റഡ് ടു ഇറ്റ്. സെക്കൻഡ് ഹാഫ് വാസ് റിയലി ഗുഡ്. ഐ മീൻ കുറച്ചുകൂടി സ്റ്റേബിൾ വിഷ്വൽസ് ആയതുകൊണ്ട് നല്ല എക്സ്പീരിയൻസിൽ കാണാൻ പറ്റി. BGM ഇല്ലാതെ തന്നെ കിഡിലൻ സൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ബേസിക്കലി ഞാൻ ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം പറയണം. ഓക്കെ, താങ്ക് യു. അതെ. ഇങ്ങനത്തെ ഒരു മഞ്ജു ചേച്ചീൻ്റെ ഈ ഒരു അവതാറിൽ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ഷീ ഹാൻഡിൽ ഇറ്റ് റിയലി വെൽ. മറ്റേ ലാസ്റ്റത്തെ ഒരു ഫൈറ്റും പരിപാടികളും ഞാൻ മറ്റേത് പൊളിക്കണില്ല. ഫൈറ്റും പരിപാടികളും ഇറ്റ്സ് റിയലി ഗുഡ്. അതായത് എന്താ പറയുക, കറക്റ്റായിട്ടുള്ള മീറ്ററിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പടം. പെർഫോമൻസ് ആരും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം 3 പേരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഡോൾബി അറ്റ്മോസിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നല്ല പ്രൊജക്ഷനുള്ള ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററുകളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു. അവിടെ വേറെ ആരും വന്നിട്ട് ഓടിച്ചില്ല. ഓക്കെ, ബൈ. പെർഫോമൻസുകളെല്ലാം കൊള്ളാം. ഫോൺ ഫുട്ടേജ് ആയതുകൊണ്ട് കുറച്ചൊരു ആ റോ സാധനം കണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കലതാവും.
മലയാളത്തിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പീരിയൻസ് രസമാണ്. എക്സ്പീരിയൻസ് മൂവീസ് കാണാൻ എപ്പോഴും രസമാണ്, ഫണ്ണാണ്. മഞ്ജു വാര്യർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനെ കണ്ടിട്ടുള്ള കഥാപാത്രം ഒരുപാട് ഡിഫറെൻ്റ് ആണോ അതോ സെയിലൊരു വേറൊരു കൈൻഡ് ഓഫ് മൂഡാണ് വരുന്നത്. ഒരു ഇമോഷൻലെസ് കൈൻഡ് ഓഫ് പടം. ഏത് ജോണറാണ്? ഒരു ജോണർ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വരും. ത്രില്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരില്ല. പക്ഷെ നമ്മളങ്ങനെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തും ഫസ്റ്റ് ഹാഫ് മൊത്തം. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ അതൊരു അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഫസ്റ്റ് ഹാഫ് വാട്ട് ഈസ് സെക്കൻഡ് ഹാഫ് എന്നുള്ളത്. രണ്ടും ഇങ്ങനെ ഫാമിലി ഓഡിയൻസിനൊക്കെ വർക്കൗട്ട് ആവുമോ? ഫാമിലി ഓഡിയൻസിന് വർക്കൗട്ട് ആവുമോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. നോ, ഇത് തിയേറ്ററിൽ തന്നെ ഇപ്പോൾ ഞാൻ പറയാമല്ലോ ബിഗ് എക്സ്പെരിമെൻ്റ് ആണ്. ഞാനൊരു ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് ഭയങ്കരമായിട്ട് സക്സസ് ആവും എന്നുള്ള ഫീലൊന്നുമില്ല. സിനിമ ഇഷ്ടപ്പെടുന്നവരും പുതിയ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും നല്ല രീതിയിൽ ഇഷ്ടമാവും. അല്ലാത്ത പക്ഷം അങ്ങനെ വലിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഒന്നും പറയാൻ പറ്റില്ല. പെർഫോമൻസ് ആരുടെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? മഞ്ജു ചേച്ചി നല്ല രസമായിരുന്നു.